ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മൃഗശാലയിലുണ്ടായത്. പുളി, മാവ് ഉൾപ്പെടെയുള്ള നിരവധി വൻമരങ്ങൾ കടപുഴകി വീണു. ഹിപ്പപ്പൊട്ടാമസിന്റെയും മ്ലാവിന്റെയും കൂടുകളിലും മരങ്ങൾ വീണു. ഇതിൽ ഹിപ്പപ്പൊട്ടാമസിന്റെ കൂട് മരം വീണ് പൂർണ്ണമായും മൂടിയ നിലയിലാണ്. ഇവിടങ്ങളിലെ മൃഗങ്ങളെ രാത്രിയിൽ തന്നെ സമീപത്തെ കൂടുകളിലേക്ക് മാറ്റിയതിനാൽ ഇവയ്ക്ക് പരിക്കോ ജീവഹാനിയോ ഉണ്ടായില്ല. മ്ലാവിന്റെ കൂട്ടിൽ വലിയ ഒരു ഇത്തിമരം കടപുഴകി കൂട്ടിന്റെ അകത്തോട്ട് വീഴുകയും പിന്നീട് നമ്മൾ രാത്രികാല ഡ്യൂട്ടിയിലുണ്ടായ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ആ കൂട്ടിലുണ്ടായിരുന്ന എല്ലാ മ്ലാവുകളെയും രാത്രികാലത്ത് തന്നെ ജീവനക്കാരുടെ സഹായത്തോടു കൂടി മറ്റേ കൂട്ടിലേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഹിപ്പോപ്പൊട്ടാമസ് കിടന്നിരുന്ന കൂട്ടിൽ ഒരു വലിയ പേരാൽ മരം വീഴുകയും അതിൻ്റെ കുളമാകെ അത് ഈ മരത്തിൻ്റെ ശാഖകളാൽ മൂടപ്പെടുകയും ചെയ്തിരുന്നു. ഹിപ്പോയെ കൂടി അതിൻ്റെ ആ കൂട്ടിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ വലിയ ഒരു പുളിമരവും മറ്റ് 3-4 മരങ്ങളും ഇതുപോലെ കടപുഴകി വീഴുകയും ഒട്ടനവധി മരങ്ങളുടെ ശാഖകൾ പൊട്ടി പല ഭാഗത്തും വീഴുകയുണ്ടായി. പക്ഷേ ഭാഗ്യം കൊണ്ട് തന്നെ ഒരു മൃഗങ്ങൾക്കൊന്നും ഒരു ജീവഹാനിയോ അപകടമോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ജീവനക്കാരും രാത്രി 12:30 വരെയും 1 മണി വരെയൊക്കെ ഇരുന്നുകൊണ്ടാണ് എല്ലാ മൃഗങ്ങളെയും സുരക്ഷിതമായി മാറ്റി. മരങ്ങൾ വീണ് മതിലുകളും സുരക്ഷാ വേലികളും തകർന്നിട്ടുണ്ട്. മൃഗശാലയോട് ചേർന്നുള്ള കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെയും മതിൽ തകർന്നു. മൃഗശാലയ്ക്കുള്ളിലെ കുട്ടികളുടെ പാർക്കിലും മരം വീണെങ്കിലും കളി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ മൃഗശാലയ്ക്കുള്ളിൽ നിൽക്കുന്ന അപകട സാധ്യതയുള്ള മരങ്ങളുടെ കൊമ്പുകളും മറ്റും വെട്ടിമാറ്റുമെന്ന് സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പായി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മരത്തിൻ്റെ ചില്ലകളെല്ലാം മുറിച്ചു മാറ്റാറുണ്ട്. ഇപ്രാവശ്യവും അതുപോലെ കഴിഞ്ഞ വർഷം ഒട്ടനവധി ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവധി ദിനങ്ങളായതിനാൽ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. നിലവിൽ മരങ്ങൾ വീണ ഭാഗത്തേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കില്ല. വീണ മരങ്ങൾ വെട്ടിനീക്കി കൂടും പരിസരവും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്.